ശ്രീ എൻ ലാൽകുമാർ, ഇത് 2019 നമ്മൾ കണ്ടതാണ്. 2019 രണ്ട് വശങ്ങളാണ് ഇക്കാര്യത്തിലുള്ളത്. ഒന്ന്, 2019 വലിയ ഒരു പ്രതീക്ഷയോടുകൂടിയാണ് രാഹുൽ ഗാന്ധിയെ മത്സരിപ്പിക്കുന്നത്. ഈ അധികാരത്തിൽ വരും, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്നുള്ള ഒരു പ്രതീതി ജനിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ വയനാട് സീറ്റിൽ മത്സരിപ്പിക്കാൻ കൊണ്ടുവരുന്നത്. അത്തരത്തിലാണ് വലിയൊരു പിന്തുണ അദ്ദേഹത്തിന് കേരളത്തിൽ നിന്ന് ലഭിക്കുന്നത്. പക്ഷേ നോക്കൂ, അവിടെ മുസ്ലിം ലീഗിൻ്റെ കൊടിക്കീഴിലായിരുന്നു യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി അന്ന് വിജയിച്ച് കയറിയത്. വയനാടിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രം നോക്കിയാൽ അങ്ങനെ തന്നെയാണ്. ഏറ്റവും കൂടുതൽ വിധി നിർണ്ണയിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ മത ന്യൂനപക്ഷം നിർണ്ണയിക്കുന്ന വോട്ടുകൾ തന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു ഒരു ഘടകം എന്ന് പറയുന്നത്. അത് തന്നെയാണ് കഴിഞ്ഞ തവണ വയനാട്ടിലും ഉണ്ടായത്. പക്ഷേ ഇക്കാര്യം ഈ പച്ചക്കൊടിയുടെ തണലിൽ നിൽക്കുന്ന രാഹുൽ ഗാന്ധിയെ വളരെ വികലമായ രീതിയിൽ BJP ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അവതരിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. പാകിസ്ഥാൻ്റെ കൊടിയുടെ കീഴിലാണ് രാഹുൽ ഗാന്ധി വോട്ട് അഭ്യർത്ഥിക്കുന്നത് എന്ന് ഉത്തരേന്ത്യയിൽ ഇത്തരത്തിൽ മതവെറി പൂണ്ട ഇത്തരത്തിൽ വലിയ അസഹിഷ്ണുത നിറഞ്ഞൊരു സമൂഹത്തിന് മുന്നിൽ BJP അവതരിപ്പിച്ചു. സ്വാഭാവികമായും അവിടെ ഒരുപക്ഷെ കോൺഗ്രസിന് തിരിച്ചടി നേരിട്ടതിലെ ഒരു ഘടകം, ഒരു ചെറിയ ഘടകം അതായിരിക്കാം. പക്ഷേ ഇത്തവണ അതേ പേടി ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഒരു തരത്തിലും മുസ്ലിം ലീഗിൻ്റെ കൊടി പുറത്തെടുക്കരുത് എന്ന് അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ നിർദ്ദേശമുണ്ട് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെയെങ്കിൽ കോൺഗ്രസിൻ്റെ കൊടിയും അവിടെ വേണ്ട എന്ന് ലീഗ് പറയുന്നൊരു സാഹചര്യം ഉണ്ടായി എന്നാണ് വാർത്തകൾ വരുന്നത്. എങ്ങനെയാണ് അങ്ങ് ഈ സാഹചര്യത്തെ നിരീക്ഷിക്കുന്നത്? നോക്കൂ, കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞത് ഒരു UDFൻ്റെ അകത്തുള്ള ആരുടെയും കൊടി ഉപയോഗിക്കേണ്ട എന്നുള്ളൊരു തീരുമാനമെടുത്തു. ആ കൊടിയെടുത്ത് നമ്മളെ ദുഃഖിപ്പിക്കുന്നത് ഇതിലേത് കൊടി ഉപയോഗിക്കാഞ്ഞതുകൊണ്ടാ എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾക്ക് എല്ലാ കൊടിയും ഉപയോഗിച്ചു കൂടായിരുന്നോ? പ്രശ്നമില്ലായിരുന്നല്ലോ. ഞാൻ അങ്ങനെ തിരിച്ചു വെക്കുക, നിങ്ങൾക്ക് എല്ലാ കൊടിയും ഉപയോഗിക്കാൻ എന്തായിരുന്നു തടസ്സം? ഇപ്പോൾ ഒരു കൊടിയും ഉപയോഗിക്കാതിരിക്കുന്നത് പോലെ തന്നെയാണ് എല്ലാ കൊടിയും ഉപയോഗിക്കുന്നതെങ്കിൽ എല്ലാ കൊടിയും ഉപയോഗിച്ചുകൂടായിരുന്നോ? ഇച്ചിരൂടെ കളർഫുൾ ആകുമായിരുന്നല്ലോ ചടങ്ങ്. നിങ്ങൾ പറഞ്ഞല്ലോ, ഇപ്പം കേരള കോൺഗ്രസ്സുകാർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്, മറ്റേ ആൾക്ക് RSP ഉണ്ട്, എല്ലാവരുടെയും കൊടി അങ്ങ് ഉപയോഗിച്ചോ. അപ്പോൾ അതല്ല പ്രശ്നം, അതല്ല പ്രശ്നം. അത് കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. ഇവരെത്ര തലയും കുത്തി നിന്നാലും അത് കാര്യമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാവും. അതിന് കാരണം അതിനൊരു പ്രിലൂഡുണ്ട്. എന്താണ് ഇതിന് മുമ്പ് സംഭവിച്ചത്? മുസ്ലിം ലീഗിൻ്റെ കൊടിയുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരു തർക്കം ഈ സംസ്ഥാനത്തോ ഈ രാജ്യത്തുണ്ടായിട്ടുണ്ട്. അത് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകൻ ഇത് കയ്യിലിരുന്നത് മടക്കി പിടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സാധാരണഗതി കയ്യിൽ കൊടി ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയ്ക്കോ അല്ലെങ്കിൽ ഒരു ജാഥയ്ക്കിടയ്ക്കോ ഒരിക്കലും കൊടി മടക്കി പിടിക്കുന്ന ഒരു ശീലമില്ല. അത് കൊടി പാറിച്ച് തന്നെയാണ് പോവുക. അത് കാര്യം ആ പ്രവർത്തകൻ്റെ ആവേശമാണ് ആ കാണിക്കുക. കാര്യം അയാൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയം അത് ഏത് തന്നെ ആകട്ടെ, BJPയോ കോൺഗ്രസ്സോ CPIMോ ആര് തന്നെ ആകട്ടെ, അത് മടക്കി പിടിക്കേണ്ട സാഹചര്യത്തിലേക്ക് വരുന്നു എന്ന് പറയുന്നത് കഷ്ടം എന്ന് മാത്രമേ പറയാനുള്ളൂ. അതിന് ന്യായീകരണങ്ങളാണ് ഇവിടെ സഹിക്കാൻ പറ്റാത്തത്. നോക്കൂ, ഇവിടെ BJP ഞാനതിനെ വേറെ റാങ്കിലാണ് കാണുന്നത്. ഞാൻ അതിനകത്ത് ഒരു സതുദ്ദേശം വെച്ച് മാത്രമേ ഞാനത് സംസാരിക്കുന്നുള്ളൂ. ഇപ്പോൾ BJP ദുർവിനിയോഗം ചെയ്യും ഈ പറയുന്ന കൊടിയെ പാകിസ്ഥാൻ്റെ പതാകയെന്നും ന്യൂനപക്ഷ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യാനുള്ള പ്രശ്നങ്ങളുണ്ടാകുമെന്നൊക്കെയാണല്ലോ ഇവർ പറയുന്നത്. അതെ, ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനൊരു പ്രചരണം കഴിഞ്ഞ പ്രാവശ്യം അവർ നടത്തി. ഇങ്ങനൊരു പ്രചരണം കഴിഞ്ഞ പ്രാവശ്യം അവർ നടത്തി. ആ പ്രചരണം നടത്തിയ ശേഷം ഇതങ്ങനെ ഒരു സംഭവമല്ല എന്നും ഇത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണെന്നും അത് ഈ രാജ്യത്ത് UDFൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരു സംഘടനയാണെന്നും അത് ഈ മതനിരപേക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംഘടനയാണെന്നും സംഘപരിവാർ ഉദ്ദേശിക്കുന്ന പോലെ ഒരു കാര്യമല്ല എന്നും പറഞ്ഞ് സ്ഥാപിക്കാൻ ഇവരെന്തേലും ചെയ്തോ? ഇവരൊന്നും ചെയ്തിട്ടില്ല. കാര്യം എന്താ? ചെയ്യാത്തതിന് കാര്യം എന്താ? അവിടെ രാമൻ്റെ പള്ളി ഉണ്ടാക്കണമെന്നും അമ്പലം ഉണ്ടാക്കണമെന്നും പറഞ്ഞ് കമൽനാഥും പ്രിയങ്ക ഗാന്ധിയും കൂടാണ് കല്ലും കൊണ്ട് ഓടുന്നത്. അവിടെ അങ്ങനെ രാഷ്ട്രീയം അവർ എന്തുകൊണ്ടത് കോൺഗ്രസിനത് പറയാൻ പറ്റുന്നില്ല എന്നുള്ള ചോദ്യത്തിന് മറുപടി അവർ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വർഗീയതയുടെ രാഷ്ട്രീയമാണ്. മധ്യപ്രദേശിൽ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ പ്രാവശ്യം BJPയെക്കാട്ടും കൂടുതൽ വർഗീയത പറഞ്ഞത്, ഹിന്ദു വർഗീയത പറഞ്ഞത് കോൺഗ്രസ്സാണ്. എനിക്ക് ഒരു സംശയവുമില്ല കാര്യത്തിൽ. അതിനിപ്പോൾ എനിക്ക് സമ്മതിക്കുന്നതിനെന്നാ, BJP പറയുന്നതിനെക്കാട്ടിലും കൂടുതൽ ഹിന്ദു വർഗീയത കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിൽ കമൽനാഥും കൂട്ടരുമാണ്, ദിഗ്വിജയ് സിംഗും കൂട്ടരാണ് പറഞ്ഞത്.
അങ്ങനെയെങ്കിലും കിട്ടുമോ എന്ന് നോക്കുക ഇവർ ചെയ്തത്. അപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് മതനിരപേക്ഷ രാഷ്ട്രീയം ഇവർ ഉയർത്തിപ്പിടിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ ഈ പറയുന്ന കൊടിയെടുത്ത് മടക്കി പിടിക്കുക എന്ന് പറയേണ്ട വരത്തില്ല. മതനിരപേക്ഷ രാഷ്ട്രീയം ഇവർ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇൻസിഡൻറ്റിൽ നിന്ന് മെച്ചപ്പെട്ട രീതിയിൽ അങ്ങനല്ല എന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ, ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നം വരില്ല. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടി ഇതിനകത്തുണ്ട്. നോക്കൂ, എല്ലാ ദിവസവും നിങ്ങളൊരു പത്രം എടുത്ത് നോക്കിയാൽ, ഞാൻ പറഞ്ഞത് ഈ ഇന്ത്യ ടുഡേ അങ്ങനെയുള്ള ഒരുപാട് ചാനലുകളുടെ ന്യൂസ് ലിങ്ക്സ് വരുമല്ലോ, എല്ലാ ദിവസവും സ്മൃതി ഇറാനി ഒരു 2 ദിവസം കൂടുമ്പോഴെങ്കിലും സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിക്കും, വാ എൻ്റെ അടുക്ക വന്ന് മത്സരിക്കാൻ. എന്നുവെച്ചാൽ ഒരു ഫസ്റ്റ് ക്ലാസ് ലീഡറൊന്നും അല്ല സ്മൃതി ഇറാനി. രാഹുൽ ഗാന്ധിയുടെ 7 അയലൊക്കത്ത് നിൽക്കാനുള്ള ഒരു സ്റ്റേച്ചറുള്ള ഒരാളല്ല സ്മൃതി ഇറാനി. പക്ഷേ സ്മൃതി ഇറാനിയുടെ മത്സരിക്കാൻ രാഹുൽ ഗാന്ധിക്ക് വയ്യ. കഴിഞ്ഞ പ്രാവശ്യം തോറ്റതിൽ പിന്നെ അദ്ദേഹം അമേഠിയിലേക്ക് പോകാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല. എന്നുവെച്ചാൽ അമേഠി പോയി മത്സരിക്കാൻ തയ്യാറാകുന്നില്ല. ജയിക്കുവോ തോക്കുവോ നോക്കൂ, ഇന്ത്യയിലെ ഏറ്റവും ടോൾ ലീഡേഴ്സിൽ ഒരാളാണ് രാഹുൽ ഗാന്ധി. എനിക്കതിനകത്തൊരു സംശയമില്ല. അദ്ദേഹം ഡെമോക്രാറ്റിക്കാണ്, അദ്ദേഹം ലവബിളാണ്, ഇതിലൊന്നും ഞാൻ എതിര് പറയുന്നില്ല. ഇങ്ങനെ ഒരാളെ ഇന്ത്യയിലെ ഈ പ്രതിപക്ഷ മുന്നണിയിലെ ഏറ്റവും ടോൾ ലീഡർമാരിൽ ഒരാളാണ് അദ്ദേഹം, അത് ഞാൻ സമ്മതിക്കുന്നു. അദ്ദേഹത്തെ BJPയുടെ ഒരു ലീഡർ, അവർ അതിനു മുമ്പ് രാഷ്ട്രീയ പ്രവർത്തനമൊന്നും നടത്തിയിട്ടുള്ള ആളൊന്നുമല്ല. അവർ ഒരു TV സീരിയലിൽ നിന്ന് വരുന്നു, അത് കഴിഞ്ഞ് TV ഡിബേറ്റ്സിലേക്ക് വരുന്നു, അങ്ങനെ ഒരു ജനങ്ങളുടെ ഇടയ്ക്ക് അങ്ങ് അത്രയും പ്രവർത്തിച്ചിട്ടുള്ള ലേഡിയല്ല. അവരെല്ലാ ദിവസവും വെല്ലുവിളിക്കുക, വാ എൻ്റെ അടുക്ക് വന്ന് മത്സരിക്കാൻ. അവിടെ സീറ്റ് നിർണ്ണയിക്കാൻ, ആരാണ് മത്സരിക്കുന്നതെന്ന് തീരുമാനിക്കാൻ കോൺഗ്രസിന് പറ്റിയിട്ടില്ല. ഏതാ രാജ്യം 4-3 ഭൂരിപക്ഷം മേടിച്ച് ജയിച്ച കോൺഗ്രസിന് അവിടെ ആളെ നിർത്താൻ വെച്ചാൽ രാഹുൽ ഗാന്ധി അവിടെ വയനാട്ടിൽ വന്നിരിക്കുന്നത് എന്തിനാ? വയനാട്ടിൽ വന്നത് പോട്ടെ, വയനാട്ടിൽ വന്നിട്ട് ഈ കൊടി എടുക്കാത്തതിന് കാരണം അവിടെ പോയി രാഷ്ട്രീയം പറയാനായിട്ട് അദ്ദേഹം പോകുന്നുണ്ടോ? അങ്ങോട്ട് അവിടെ മത്സരിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ വയനാട്ടിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുന്ന ഈ പറയുന്ന എന്ത് രാഷ്ട്രീയമാണ് ഇവർ പറയുന്നത്? ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം പറയായിരുന്നു, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു വയനാട്ടിൽ വന്ന് ഇദ്ദേഹം മത്സരിക്കരുതെന്ന് നമ്മൾ പറഞ്ഞു. കാര്യം നിങ്ങൾ എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത് എന്നുള്ളൊരു ചോദ്യം നമ്മൾ ചോദിച്ചു. ഇപ്പോൾ ആ ചോദ്യം അതിനെക്കാട്ടിലും ലൗഡറായിട്ട് ചോദിക്കേണ്ട ഒരു അവസ്ഥയിലാണ്. കാര്യം കഴിഞ്ഞ പ്രാവശ്യം അവിടെയെങ്കിലും മത്സരിക്കുന്നുണ്ടായിരുന്നു, ഇപ്പോൾ അവിടെ മത്സരിക്കുന്നില്ല. അത് അവിടെ മത്സരിക്കുന്നില്ല എന്ന് മാത്രമല്ല, വെല്ലുവിളിക്ക് അദ്ദേഹം അങ്ങോട്ട് പോകുന്നില്ല. കോൺഗ്രസ്സുകാരോട് ഇത് ചോദിച്ചാൽ കോൺഗ്രസ്സുകാർ മിണ്ടത്തേ ഇല്ല. എന്നാ മത്സരിക്കാത്തതെന്ന് ചോദിച്ചാൽ അത് കോൺഗ്രസ് AICC തീരുമാനിക്കും. അവിടുത്തുള്ളവരെല്ലാം കൂടെ തന്ത്രപരമായ തീരുമാനമെടുക്കും. തന്ത്രപരമായി എടുത്തെടുത്താണ് ഈ പരുവത്തിലെത്തിയെന്ന് മാത്രമേ പറയാനുള്ളൂ.